5 ഫുഡ് പ്രിസർവേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഫുഡ് സ്പോയിലേജ്, കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ്, പ്രിൻസിപ്പിൾ, ഡെഫിനിഷൻസ്. ഓക്കെ, അതായത് ഫുഡ് എങ്ങനെ കേടുവരുന്നു, അതിനുള്ള കാരണങ്ങൾ, അതുപോലെ ഈ കേടുവന്ന ഫുഡ് നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം, അതിനുള്ള മെത്തേഡ്സും ഇമ്പോർട്ടൻസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു ഫ്രൂട്ട് എടുക്കുക, മാംഗോ. ഈ മാംഗോ നമുക്ക് എല്ലാ സീസണിലും അവൈലബിൾ ആവില്ല, കാരണം വിൻ്റർ സീസണിലൊന്നും മാംഗോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാംഗോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജാമായിട്ട്, ജ്യൂസായിട്ട്, അതുപോലെ തന്നെ പിക്കിള് രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസർവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ ഫുഡ് പ്രിസർവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഡയറ്റിലൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. ഫുഡ് എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഫുഡ് സ്പോയിൽ ആവണമെന്ന് നോക്കാം. അതായത് ഫുഡ് എങ്ങനെ കേടുവരുന്നത് നോക്കാം. ഫുഡ് സ്പോയിലേജ്. ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട്. മിൽക്ക് യൂണിയൻ പെനലൈസ്ഡ് ഫോർ കണ്ടാമിനേറ്റഡ് മിൽക്ക്. അതായത് കേടുവന്ന മിൽക്ക് സപ്ലൈ ചെയ്തതിന് മിൽക്ക് യൂണിയന് ഒരു ഫൈൻ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ മിൽക്ക് പ്രോപ്പർലി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കേടുവരും. അങ്ങനെ കേടുവന്ന മിൽക്ക് ഒരിക്കലും സപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ഒരു നാച്ചുറൽ ഫുഡിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആണ്. ജസ്റ്റ് ലൈക്ക് ഫിഷ്, മീറ്റ്, ബ്രെഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിങ്ങനെ പെരിഷബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ ലൈഫ് സ്പാൻ വളരെയധികം ഷോർട്ടാണ്. എന്നാൽ ഷുഗേഴ്സ്, ഓയിൽസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, പൾസസ്, ഇതിൻ്റെയൊക്കെ ലൈഫ് സ്പാന് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ച് ലോങ്ങർ ലൈഫ് സ്പാനാണ്. ഒരു വട്ടം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ഒരു ഫുഡ് അല്ലെങ്കിൽ ക്രോപ്പ് അല്ലെങ്കിൽ മീറ്റ്, പൗൾട്രി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺസേഫായിട്ട് കൺസപ്ഷൻ ചെയ്താൽ എന്തായാലും കേടുവരും. അങ്ങനെ കേടുവരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫുഡ് ഡീക്കേ ഓർ ഫുഡ് സ്പോയിലേജ്. Once food is harvested or slaughtered, it begins to decompose rapidly and become unsafe for consumption. This deterioration is known as food decay and this leads to food spoilage. Food spoilage refers to deterioration of physical and chemical properties of food by the influence of air, heat, light, moisture, etc., which foster the growth of microorganisms, making it unfit for consumption. ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ എയർ, ഹീറ്റ്, ലൈറ്റ്, മോയ്സ്ചർ ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഫുഡിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരികയും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ആ ഒരു ഫുഡിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അത് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അൺഫിറ്റ് ആവുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. ഒരു ഫുഡ് സ്പോയിലായാൽ അതിനൊരു ഫൗൾ സ്മെല്ലും അതുപോലെ തന്നെ അതുമേ മൗൾസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസൊക്കെ അപ്പിയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഫുഡ് സ്പോയിലായി എന്ന് മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഓറഞ്ച് ജ്യൂസ് ബിക്കംസ് ഡാർക്കർ, ഓയിൽ സ്മെൽ റാൻസിഡ് ആൻഡ് ടേസ്റ്റസ് ഡിഫറെൻറ്റ് വെൻ ഇറ്റ് ഗെറ്റ്സ് സ്പോയിൽഡ്. നമ്മൾ ഓറഞ്ച് ജ്യൂസ് കേടുവന്നാൽ ഒരു ഇരുണ്ട കളറായിരിക്കും. അതുപോലെ തന്നെ ഓയിൽ കേടുവന്നത് നമ്മൾ യൂസ് ചെയ്താലൊക്കെ നമുക്ക് ടേസ്റ്റിലും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല വ്യത്യാസം വരും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു. ഇനി അടുത്ത് നമ്മൾ കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ്, അതായത് ഫുഡ് സ്പോയിൽ ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ദ മെയിൻ കോസസ് ഓഫ് ഫുഡ് സ്പോയിലേജ് ആർ ലിസ്റ്റഡ് ബിലോ. താഴെ കൊടുത്ത കാരണത്താലാണ് ഫുഡ് സ്പോയിൽ ചെയ്യുക. ഒന്നാമത്തെ കോസാണ് ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ്, രണ്ടാമത്തേത് ഇംപ്രോപ്പർ സ്റ്റോറേജ്, 3 ഇനാഡിക്വേറ്റ് പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ്, കെയർലെസ് പാക്കിംഗ്, ഇൻവെൻഷൻ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം. ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടൊക്കെയാണ് ഈ ഫുഡ് സ്പോയിൽ ആവണമെന്ന്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ്. It refers to workers who are not careful in transporting and handling the food, result in cuts, brushes and blemishes. It also refers to handling of food materials with the dirty hands in dirty containers and at dirty places. അതായത് ഫ്രണ്ട്സ്, ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാഞ്ഞാൽ ആ ഫുഡ് കട്ടാവാനും അതുപോലെ തന്നെ മുറിയാനും ചതയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന ഈ ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഡേർട്ടി ഹാൻഡ് കൊണ്ടും അല്ലെങ്കിൽ ഡേർട്ടി കണ്ടെയ്നേഴ്സിലൊക്കെ പാക്ക് ചെയ്താലൊക്കെ എന്ത് പറ്റും, ഈ ഫുഡ് സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇംപ്രോപ്പർ ഹാൻഡ്. നെക്സ്റ്റ്, ഇംപ്രോപ്പർ സ്റ്റോറേജ്. Different food requires different places and temperature for storage. For instance, fresh meat, fish, poultry and stored in cold storage and freezers. Fruits and vegetables are placed in the airy and cool places or in the vegetable compartment of the refrigerator. Bulbs like onion, garlic, root crops are placed in basket at the room temperature. അതായത് ഓരോ ഫുഡിനും ഓരോ തരത്തിലുള്ള ടെമ്പറേച്ചറും അതുപോലെ തന്നെ സ്ഥലവുമാണ് സ്റ്റോറേജിന് ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒനിയനും ഗാർലിക്കും ഒക്കെ നമ്മൾ
എവിടെയാണ് നമ്മൾ വീട്ടിൽ റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ചില വെജിറ്റബിൾസും ചില ഫ്രൂട്ട്സൊക്കെ നമ്മൾ റെഫ്രിജറേറ്ററിൽ സ്പെഷ്യലായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ മീറ്റ് ഫിഷ് അതുപോലെ തന്നെ അങ്ങനെയുള്ള പൗൾട്രി ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഫ്രീസറിലാണ്. അപ്പോൾ ഓരോ ഫുഡ് മെറ്റീരിയലിനും ഡിഫറെൻറ്റ് സ്റ്റോറേജ് പ്ലേസസ് ആണ് ആവശ്യമുള്ളത്. നെക്സ്റ്റ്, ഇനാഡിക്വേറ്റ് പ്രിപ്പറേഷൻ ആൻഡ് കുക്കിംഗ്. If foods like meat or fish is not prepared or cooked properly, it will leads to spoilage. അതായത് മീറ്റ് ഫിഷ് പോലെയുള്ള ഫുഡ്സ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്പോയിലേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്താണ് കെയർലെസ് പാക്കിംഗ്. Packing is important. It keeps bacteria and moisture away and maintains the quality of food. When meat, fish, fruits or vegetables are not properly wrapped before they are stored, it is easily contaminated by microorganisms causing its spoilage. ഫ്രണ്ട്സ്, പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ. അതായത് ആ ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ പാക്കിംഗ് നല്ലോണം ഹെൽപ്ഫുള്ളാണ്. കാരണം ആ ഒരു ഫുഡിലേക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് കയറാതെയും ബാക്ടീരിയയൊക്കെ കളയാനൊക്കെ ഈ ഒരു പാക്കിംഗ് ഹെൽപ്ഫുള്ളാവും. അതായത് നമ്മൾ മീറ്റ് ഫിഷ് ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ മുന്നേ വൃത്തിക്ക് റാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലേക്ക് മൈക്രോ ഓർഗാനിസം കയറി ആ ഫുഡ് സ്പോയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഇൻവെൻഷൻ ഓഫ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം. ദ മൈക്രോ ഓർഗാനിസംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫുഡ് സ്പോയിലേജ് ആർ. അതായത് നമുക്കറിയാം ഈ മൈക്രോ ഓർഗാനിസം കൊണ്ട് ഫുഡ് സ്പോയിലാകുന്നു. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസം എന്താണ് ഹാംഫുള്ളാണ് നമ്മുടെ ഫുഡിൽ വന്നാൽ. അപ്പോൾ ആ ഒരു മൈക്രോ ഓർഗാനിസങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മൗൾഡ്, ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ. അത് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി ഉണ്ട്, സ്പോയിലേജ് ബൈ എൻസൈം കൊണ്ട് സ്പോയിലാവുന്നത്. ഓക്കെ, മൗൾസ് എന്ന് പറഞ്ഞാൽ ചില ഫുഡിൽ ത്രെഡ് രൂപത്തിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ മൗൾസ് എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 5.2 കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു ബ്രെഡിനെ നോക്കുന്ന ഇമേജാണത്. അതിൽ മൗൾഡ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ മൗൾഡുകൾക്ക് സ്പോർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എയറിലൂടെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതായത് ഇവർ ഫേവറബിൾ എൻവറോൺമെൻറ്റിൽ ധാരാളം എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ചില ഫുഡ് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂയിഷ് കളറ്, റെഡ് കളറ്, ഓറഞ്ച് കളറ്, ചിലപ്പോൾ വൈറ്റ് ഓർ ഗ്രേ, ഈ കളറിലൊക്കെ നമുക്ക് ചില ഫുഡ് കാണപ്പെടും. അതിൻ്റെ കാരണം ഈ മൗൾഡുകളാണ്. ഈ മൗൾഡിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് ഈ കളറുകൾ ചേഞ്ച് ചെയ്യുന്നത്. ചില മൗൾഡ് എന്താണ് നമുക്ക് ഹാംഫുൾ ആയിരിക്കും. ചില മൗൾഡ് കാരണം നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. ചിലത് കാരണം നമുക്ക് ഇലിനിയസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ വരുന്ന മെയിനായിട്ടുള്ള സിംറ്റം, അതായത് നമുക്ക് മൗൾഡ് കാരണം ഉണ്ടായ സിംറ്റമാണ് എന്ത്, വോമിറ്റിങ്, നൗസിയ, അതൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മെനി സ്പീഷീസ് ഓഫ് മൗൾഡ്സ് പ്രൊഡ്യൂസ് ടോക്സിൻ. ധാരാളം മൗൾഡിൻ്റെ സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ബോഡിക്ക് വളരെയധികം ഹാംഫുള്ളാണ്. Aflatoxin is a mycotoxin produced by Aspergillus species of fungi commonly seen on the outer surface of food like peanut species cauliflower. അതായത് ഈ പീനട്ടിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ ഔട്ടർ സർഫസിൽ കാണപ്പെടുന്ന ഒരു അസ്പാരിലിസ് ഫംഗി അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു മൈക്കോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിന് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വളരെയധികം ഹാംഫുൾ ആണെന്നാണ് പറയുന്നത്. അത് ഈ ഒരു മൈക്കോടോക്സിനൊരു എക്സാമ്പിളാണ് ഈ അഫ്ലാടോക്സിൻസ്. ഓക്കെ, അപ്പോൾ മൗൾഡിനെ കുറിച്ച് ഇത്രയും പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതാണ് ഈസ്റ്റ്. അതായത് ഫ്രണ്ട്സ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഗ്രൂപ്പിൽ കീഴിൽ വരുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് ഈസ്റ്റ്. അവ പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ വഴി പെട്ടെന്ന് മൾട്ടിപ്ലൈ ആകും. അതായത് ഫ്രൂട്ട്, ജ്യൂസ്, ഇതിലൊക്കെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ആകും. During yeast fermentation, the sugar present in the food are broken into alcohol and carbon dioxide. അതായത് ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈമിൽ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഷുഗേഴ്സ്, ആ ഫുഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഷുഗർ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും ആൽക്കഹോളായിട്ടും ബ്രോക്കൺ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫുഡ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ചില ഈസ്റ്റ് നമ്മുടെ ഫുഡ് പ്രിപ്പറേഷന് വളരെയധികം ബെനിഫിക്കൽ ആയിട്ടുള്ള ഒരു ഏജൻറ്റാണ്. അതായത് അപ്പം, ബ്രെഡ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു പൊന്തി വരാൻ വേണ്ടി, റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു ഈ ഈസ്റ്റ്. എന്നാൽ ചില ഈസ്റ്റ് നമുക്ക് ഹാംഫുള്ളാണ്, ഹ്യൂമൻസിന് ഹാംഫുള്ളാണ്. അങ്ങനെ ഹാംഫുള്ളായുള്ള ഈസ്റ്റ് നമ്മൾ ഫാൾസ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇവ ചാറുകളിലും ജാമിലൊക്കെ അതിൻ്റെ മേലെ ഒരു വെള്ള പൂപ്പൽ പോലെ കാണപ്പെടാറുണ്ട്. ഒരു ഡ്രൈ ഫിലിം പോലെ ഒരു സാധനം ഗ്രോ ചെയ്യുന്നത് കാണാറുണ്ട്.
അതൊക്കെ എന്താണ് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഈസ്റ്റിൻ്റെ പ്രസൻസ് ആണ്. ഈ ഈസ്റ്റുകൾ ലോ പി എച്ചിൽ വളരെ പെട്ടെന്ന് സർവൈവ് ആവും. ഡ്യൂറിങ് ദെയർ ഗ്രോത്ത് ദേ പ്രൊഡ്യൂസ് certain metabolic end products that causes physical and chemical changes in the food result in food spoilage. അതായത് ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ ധാരാളം മെറ്റാബോളിക് എൻഡ് പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ആ ഫുഡിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരികയും ആ ഫുഡ് സ്പോയിൽ ആകുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഈസ്റ്റും മൗൾഡൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഹീറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് ഡിസ്ട്രോയ് ആയിക്കോളും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ബാക്ടീരിയ. ബാക്ടീരിയ കൊണ്ട് എങ്ങനെ ഫുഡ് സ്പോയിൽ ആവുന്നത് നോക്കാം. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു യൂണിസെല്ലുലാറായിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ആ ഓർഗാനിസം മൗൾഡിനെയും ഈസ്റ്റിനെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം സ്മോളർ സൈസാണ്. ബാക്ടീരിയ വ്യത്യസ്ത തരം ഷേപ്പുകളിലുണ്ട്. അതായത് റൗണ്ട്, റോഡ്, സ്പിറൽ, ഇങ്ങനെ പല ഷേപ്സിൽ നമ്മൾ ബാക്ടീരിയയെ കണ്ടുവരുന്നു. മിക്ക അധികം ഫുഡിലും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് ബാക്ടീരിയ. ദേ ഗ്രോ അണ്ടർ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. അതായത് അവർ ഏത് തരം കണ്ടീഷനിലും അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. മില്യൺസ് ഓഫ് ദം പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആൻഡ് കണ്ടാമിനേറ്റഡ് ഫുഡ്. അതായത് അവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളമായിട്ട് മില്യൺസ് മൾട്ടിപ്ലൈ ചെയ്യുകയും ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ദേ ആർ മോർ ഡേഞ്ചറസ് ദാൻ ഈസ്റ്റ് ആൻഡ് മൗൾസ് ബിക്കോസ് ദേ ക്യാൻ സ്പോയിൽ ഫുഡ് വിത്തൗട്ട് കോസിങ് എനി ചേഞ്ച് ഇൻ സ്മെൽ, അപ്പിയറൻസ് ആൻഡ് ടേസ്റ്റ്. അതായത് മൗൾഡിനെയും ഈസ്റ്റിനെയും അപേക്ഷിച്ച് ബാക്ടീരിയ ഈസ് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആണ് ബാക്ടീരിയ. കാരണം ഈ ബാക്ടീരിയ ഒരു ഫുഡിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണമെങ്കിൽ ആ ഫുഡിൻ്റെ നിറം മാറുകയോ അല്ലെങ്കിൽ ടേസ്റ്റ് മാറുകയോ ഒന്നും ചെയ്യൂല. കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പിയറൻസിൽ വ്യത്യാസം വരുമൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡ് സ്പോയിലായോ ഇല്ലയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഡിഫിക്കൽട്ടാണ്. ബാക്ടീരിയ ജനറലി പ്രിഫർ ലോ ആസിഡിക് ഫുഡ് ലൈക്ക് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്. ബാക്ടീരിയ ജനറലി നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, ലോ ആസിഡിക് ഫുഡ്സിലാണ്, അതായത് വെജിറ്റബിൾ, മീറ്റൊക്കെ. ദേ ആർ മെനി ടൈപ്സ് ഓഫ് ബാക്ടീരിയ ദാറ്റ് ഗോസ് സ്പോയിലേജ് ആൻഡ് ദേ ആർ കോൾഡ് പാത്തജൻസ്. അതായത് കുറേ തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. ഇങ്ങനെ സ്പോയിലേജ് ആകുന്ന ഇത്തരം തരത്തിലുള്ള ബാക്ടീരിയ നമ്മൾ എന്ത് പറയുന്നത്, പാത്തജൻസ് എന്ന് പറയുന്നത്. പാത്തജൻസ് ക്യാൻ സർവൈവ് ഇൻ ടെമ്പറേച്ചർ ഹാസ് ലോ 5 degree Celsius ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ഹൈ 75 degree Celsius. ഇങ്ങനെയുള്ള ബാക്ടീരിയ പാത്തജൻസ് സർവൈവ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ലോസ് 5 degree Celsius ഹയറസ് 75 degree Celsius. When bacteria are exposed to unfavorable conditions like excess acidity or alkalinity or extreme temperature, they protect themselves by forming spores which can resist harsh condition. This bacteria resume normal activity when the condition become favorable and cause food spoilage. Eating food spoiled by bacteria result in food poisoning. This is due to toxins which are produced and released by bacteria into food. Food poisoning outbreaks they recognized by Q and widespread onset of illness among the individual within short period of time. അതായത് ഫ്രണ്ട്സ്, ഈ ബാക്ടീരിയക്ക് നമ്മൾ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്താലും ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് അത് എന്ത് ചെയ്യുന്നു, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ബാക്ടീരിയ സ്പോയിലേജ് ആകുന്നു. ഇങ്ങനെ സ്പോയിലേജ് ചെയ്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്ത് വരുന്നു, ഫുഡ് പോയ്സണിങ് വരുന്നു. ഇങ്ങനെ ഫുഡ് പോയ്സണിങ് വന്നാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അസുഖം ബാധിക്കുകയും നമ്മുടെ ബോഡി പറ്റ വീക്കാവുകയും ചെയ്യും. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്ന കുറച്ച് ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം പെർഫിലൻസ്, ക്ലോസ്ട്രീഡിയം ബൊട്ടുലിൻ, സൽമോണല്ല സ്പീഷീസ് ആൻഡ് സ്റ്റെഫിലോകോക്കസ് സ്പീഷീസ്. ഇതിൻ്റെ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ എക്സാമ്പിൾസ്. ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ബാക്ടീരിയൽ സ്പോർസ് ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഷുഡ് ബി പ്രോസസ്ഡ് അറ്റ് 160 degree Celsius പ്രഷർ ക്യാനർ. അതായത് നമുക്ക് ഈ ബാക്ടീരിയൽ സ്പോർ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ 160 degree പ്രഷർ ക്യാനറിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ബാക്ടീരിയൻ കോസ് ചെയ്യുന്ന ഫുഡ് സ്പോയിലേജ്. അപ്പോൾ നമ്മൾ ബാക്ടീരിയ പഠിച്ചു, ഈസ്റ്റ് പഠിച്ചു, മോൾഡ് പഠിച്ചു. അതായത് മൈക്രോ ഓർഗാനിസം കൊണ്ട് കാരണം കോസ് ചെയ്യുന്ന സ്പോയിലേജ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് സ്പോയിലേജ് ബൈ എൻസൈം. Food spoilage can occur by the action of enzymes which naturally present in the food. Enzymes are organic catalysts present in the living cells. അതായത് നമുക്കറിയാം എൻസൈംസ് എന്ന് പറഞ്ഞാൽ ലിവിങ് സെൽസിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിക് കാറ്റലിസ്റ്റ് നമ്മൾ എന്ത് പറയുന്നത്, എൻസൈംസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിയിലൊക്കെ എന്തുണ്ട്, എൻസൈംസ് ഉണ്ട്. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഏതൊരു ഫുഡിലും എന്തുണ്ട്, എൻസൈംസിൻ്റെ ആക്ഷൻ ഉണ്ടാകും. എൻസൈംസ് ക്യാൻ കോസ് ഫുഡ് സ്പോയിലേജ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. അതായത് കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് ഫുഡ് എൻസൈം കാരണം സ്പോയിലാവുന്നത്.
ദീസ് കെമിക്കൽസ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ടു. അതായത് ഇത് പ്ലാന്റ്സിലും ആനിമൽ ഫുഡിലും ഒക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫുഡ് സ്പോയിലാവുന്നത്. വെൻ ഫ്രഷ് fruits substance are kept at room temperature for specific period of time, enzymes cause undesirable changes in color, texture and flavor. These changes in food enable microorganisms to contaminate the food, leading to food spoilage. അതായത് നമ്മൾ ഫ്രഷ് ഫുഡ് സബ്സ്റ്റൻസ് കുറച്ച് സമയം ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അതിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ടേസ്റ്റും കളറൊക്കെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ ചേഞ്ച് ഉണ്ടാവാനുള്ള കാരണം അതിൽ മൈക്രോ ഓർഗാനിസം എനബിൾ ആയിട്ടുണ്ട്. അങ്ങനെ മൈക്രോ ഓർഗാനിസം എനബിൾ ആയാൽ ആ ഫുഡ് കണ്ടാമിനേറ്റ് ആവുകയും ആ ഫുഡ് സ്പോയിലേജ് ആവുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ആപ്പിൾ കുറച്ച് സമയം നമ്മൾ മുറിച്ച് വെച്ചാൽ അതൊരു ബ്രൗൺ കളറായി മാറുന്നത്. അതിന് കാരണം ഈ ഒരു എൻസൈംസാണ്. എൻസൈം ആക്ഷൻ അവിടെ നടന്നുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായത്. അതുപോലെ തന്നെ തക്കാളിയിൽ കുറച്ച് കാലം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിൽ എന്തോ ഫോം ചെയ്യും. അതൊക്കെ ഈ ഒരു എൻസൈമിൻ്റെ ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇതാണ്. അതുപോലെ തന്നെ എൻസൈംസ് ആർ സെൻസിറ്റീവ് ടു ഹീറ്റ് ആൻഡ് ഈസിലി ഡിസ്ട്രോയ്ഡ് ബൈ ഹീറ്റ്. ഈ എൻസൈംസ് ചൂടിനോട് വളരെയധികം സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് കൊടുത്താൽ അത് ഡിസ്ട്രോയ് ആകും. അവർ 0 to 60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എൻസൈംസ് എന്ത് ചെയ്യുക, ഹീറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അവർ ഒപ്റ്റിമം ഗ്രോ ചെയ്യുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലാണ് അവർ ഒപ്റ്റിമം ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. Therefore enzyme activity can be prevented by heating food to temperature which inactive the enzyme. അതായത് നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ ഈ ഫുഡിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻസൈംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ക്യാൻ ആൾസോ prevent by cooling, by elimination of air, by protection from light and by addition of antioxidant. അതുപോലെ തന്നെ അതിലേക്ക് ചില ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്തിട്ടും ലൈറ്റിൽ നിന്നും ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും അതിലുള്ള എയർ എലിമിനേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻസൈംസ് ഫുഡിലേക്ക് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Enzymes react with oxygen of the atmosphere and result in oxidation of various nutrients like thiamine, ascorbic acid and carotene. This lowers the nutritive value of the food. അതായത് ഫ്രണ്ട്സ്, അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഓക്സിജനുമായിട്ട് എൻസൈം റിയാക്ട് ചെയ്യുമ്പോൾ ഈ തയാമിൻ, ആസ്കോർബിക് ആസിഡ് ആൻഡ് കെറോട്ടിൻ ഇവയ്ക്കൊക്കെ എന്ത് പറ്റുന്നു, ഓക്സിഡേഷൻ സംഭവിക്കുകയും ഇത് ഫുഡിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത സ്പോയിലേജ് ആണ്. സ്പോയിലേജ് ബൈ ഇൻസെക്റ്റ്, പാരസിറ്റ്സ്, റോട്ടൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എൻസൈംസിൻ്റെ സ്പോയിലേജ് പഠിച്ചു, മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്പോയിലേജ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് സ്പോയിലേജ് ബൈ ഇൻസെക്ട്സ്, പാരസിറ്റ്സ്, റോട്ടൻസ്. ഇവ മൂലം ഫുഡ് സ്പോയിലേജ് ആവുന്നതാണ് പഠിക്കുന്നത്. ഇൻസെക്ട് കോസ് ഡിസ്ട്രക്ഷൻ ടു സെറൽ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അപ്പാർട്ട് ഫ്രം ദ ലോസ് ഓഫ് ഫുഡ് ഡ്യൂ ടു കൺസപ്ഷൻ ബൈ ഇൻസെക്ട്, ഗ്രേറ്റർ ഡാമേജ് ഡ്യൂ ടു കട്ട് ബ്രേഷസ് ഓൺ ദ ഫുഡ് ആൾസോ എഫക്റ്റഡ് ഓൺ ദ ഫുഡ്. റോട്ടൻ കൺസ്യൂം ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ബിസൈഡ്സ് കണ്ടാമിനേറ്റിംഗ് ദ ഫുഡ് ഇൻ ടു ദെയർ എക്സ്ക്രിയേറ്റ. അതായത് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഈ പാരാസൈറ്റ്സ്, റോട്ടൻസ് കാരണം നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കേടുവരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ വിസർജന വസ്തുക്കളൊക്കെ നമ്മുടെ ഫുഡിലേക്ക് ആക്കുകയും ആ ഫുഡ് കണ്ടാമിനേറ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും നമ്മളത് കഴിച്ചാൽ, അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ലോണം ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻസ് ബൈ ഇൻഫെക്ട്സ്, പെസ്റ്റ്, റോട്ടൻസ് അക്കൗണ്ട് ദ ഹ്യൂജ് ഫുഡ് സ്പോയിലേജ്. അതായത് ഇവർ മൂലം പെട്ടെന്ന് ഫുഡ് സ്പോയിലേജ് ആവും. അതാണ് ഇതിൽ പറയുന്നത്. അതായത് അവരുടെ ഫേഷ്യസ്, സലൈവ, ബോഡി പാർട്സ് ഒക്കെ നെയിൽസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ഈ ഫുഡിൽ ഇൻസേർട്ട് ചെയ്യുകയും ഇത് ഹ്യൂമൻസ് കഴിച്ചിട്ട് അവർ ഇലിനിയസ് ആവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. ഓരോ പ്രോസസ്സിങ്ങിലും ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ, ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു, അതുപോലെ അതിൻ്റെ കോസസ്. ഫുഡ് സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരികയും അത് എന്താണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട്, കൺസപ്ഷന് വേണ്ടിയിട്ട് അൺഫിറ്റ് ആവുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ, ഒരു 7 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, കെയർലെസ് പാക്കിങ്, മൈക്രോ ഓർഗാനിസം ഫുഡിലേക്ക്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഫുഡിലുള്ള പ്രസൻസ്, എൻസൈംസിൻ്റെ പ്രസൻസ്, അതുപോലെ തന്നെ ഇൻസെക്റ്റ് വന്നാൽ, റോട്ടൻസ് വന്നാൽ, അതുപോലെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് സ്പോയിലാകുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എക്സാമിന് സിമ്പിളായിട്ട് ചെയ്താൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ താങ്ക് യു. എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ ചോദിക്കാം.